അബു തഹസിൻ രാവിലെ തന്നെ എങ്ങോട്ടാണ്? ഫോഗി മൗണ്ടൻ. എവിടെ? കക്കാടംപൊയിൽ. സോ ഗായ്സ്, നമ്മളിന്ന് പോകാൻ പോണത് കക്കാടംപൊയിലുള്ള ഒരു അഡ്വഞ്ചർ പാർക്കാണ് അല്ലേ? അഡ്വഞ്ചർ പാർക്കായ ഫോഗി മൗണ്ടനിലാണ്. അവിടെ ഒരുപാട് റൈഡ് ഉണ്ട് അല്ലേ? എങ്ങനത്തെ എന്തൊക്കെ എനിക്ക് അറിയണത് പറഞ്ഞാൽ ഇത് നോക്കിയിട്ടുണ്ടാവില്ല ഇതിലൊക്കെ. എയറിൽ പറക്കണ, എയറിൽ സൈക്കിൾ ഓട്ടുക, അതേപോലെ റോപ്പ് വേ, പിന്നെ എയറിൽ മറ്റേ തൂങ്ങിപ്പോണ സംഭവം ഉണ്ടല്ലേ? പിന്നെ നമ്മളെ ഗോസ്റ്റ് ഹൗസ് എന്താ പറയാ? അതിനെന്താ ഗോസ്റ്റ് ഹൗസ് അല്ല പറയാ? ഹൊറർ ഹൗസ്. അതേപോലെ പിന്നെന്താണ് മിറർ ഹൗസ്. നമ്മളെല്ലാം നമ്മള് വ്ലോഗാക്കി ഇടുന്നുണ്ട്. ഓരോ റൈഡുകൾ പറ്റുന്ന പോലെ വ്ലോഗാക്കി ഇടുന്നുണ്ട്. അപ്പോ ഇന്നിപ്പോ പോകാൻ വൈകിട്ട് 9:45 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അടക്കടക്കെ 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഞങ്ങള് എന്താ പറയാ, എന്തായാലും എല്ലാതും നിങ്ങൾ അറിയിക്കും. ഞങ്ങള് പോണ വഴിക്കെല്ലാം എടുക്കുന്നില്ല, ഫാമിലി ഉണ്ട്, അപ്പോ പറ്റില്ല. അപ്പോ അവിടെ എത്തിയിട്ട് നമ്മൾ ഓരോ റൈഡ് കയറുന്നതും നമ്മള് ഷൂട്ട് ചെയ്ത് വ്ലോഗായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഫോഗി മൗണ്ടെയിൻ കക്കാടംപൊയില് വ്ലോഗുകൾ നമ്മള് ഇന്ന് പോസ്റ്റ് ചെയ്യും. എന്താ ഇത് പറയാനുള്ളത്? അപ്പോ ഫോഗി മൗണ്ടെയിൻ വ്ലോഗ് ഇവിടെ തുടങ്ങുകയാണ്. നമ്മള് കട്ടായിട്ട് ഇടുന്നുണ്ടാവും കേട്ടോ. 4 മിനിറ്റ് 5 മിനിറ്റിന്റെ ഓരോ വീഡിയോ ആയിട്ട് ഉണ്ടാവുക. ഓരോ വീഡിയോ അല്ലേ? ഓക്കെ. പിന്നെ ഇന്ന് എയറിൽ അഭിനയിക്കണം. എനിക്ക് ഇന്ന് എയറിൽ അഭിനയിക്കും. അതിൽ അങ്ങനെ കണ്ടന്റ്, അതൊരു കണ്ടന്റും ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാം നമ്മൾ അറിയിക്കും. അപ്പോൾ എന്താ എക്സൈറ്റഡ് ആണ്? അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അഡ്വഞ്ചർ പാർക്ക് പോകുമ്പോൾ എല്ലാത്തിലും കയറുമോ? പിന്നെ കയറും, പേടില്ല. അപ്പൊ എല്ലാ റൈഡിലും കയറുന്ന പറയണത്. നമുക്ക് അവിടെ എത്തുമ്പോൾ ഓരോ റൈഡ് കാണുമ്പോൾ എന്റെ റിയാക്ഷനും ഓനെന്ത് ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് സെറ്റാക്കാം. കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് തീരുമാനം കൊടുക്കാം. ഓൻ എല്ലാ റൈഡിലും കയറ്റും. ഓക്കെ. അപ്പൊ ഗായ്സ്, അടുത്ത വ്ളോഗുമായി വീണ്ടും കാണാം. അവിടെ നമ്മുടെ മണവാളൻ റായത് എന്താ വെയിലത്ത് കണ്ടു വെക്കണ്? വണ്ടി പോട്ടെടുക്ക. ഓ മൈ ഗോഡ്, വണ്ടി ഈസ് ഓഫ് ആയി ഗൈസ്. ഓൺ ട്രോൾ ചെയ്യപ്പോൾ വണ്ടി ഓഫ് ആയിക്കല്ലേ ഗായ്സ്? വണ്ടി ട്രബിളായി പൊളിക്കാം. അങ്ങനെ ഫൈനലി ഗായ്സ്, നമ്മളൊരു മലൻ്റെ മുകളിൽ നമ്മുടെ ഫോഗി മൗണ്ടെയിൻ എത്തിയിട്ടുണ്ട്. വരുമ്പോൾ നിലമ്പൂർ റൂട്ടിനൊരായിരിക്കുക. എല്ലാവരും അരീക്കോട് ഇടവണ്ണ വഴി വരിക. കാരണം നിലമ്പൂർ റോഡ് മോശമാണ്. ഞങ്ങളറിയാതെ വന്നു, അതുവഴി വന്നു. ബ്ലോക്കല്ല, റോഡ് മോശമാണ്. ഓക്കെ. അപ്പോൾ ഇടവണ്ണ അതായത് അരീക്കോട് വഴി വന്നാൽ കുഴപ്പമില്ലാത്ത റോഡ് എത്താം. ഇവിടെ ഇപ്പോൾ 40 റൈഡ് ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. എന്തായാലും നമുക്കെല്ലാം മാക്സിമം പറ്റുന്ന പോലെ എൻജോയ് ചെയ്യണം. ഇതാണ് ഫോഗി മൗണ്ടെയിൻ. നമുക്ക് ഇനി ഉള്ളിലേക്ക് പോയാൽ കേട്ടോ. നമ്മുടെ ഫാമിലിയോടെ നിൽക്കുന്നുണ്ട്. റിതു അബോ അവിടെ ഭയങ്കര ഫോട്ടോഗ്രാഫിയിലുണ്ട് അല്ലേ? എന്തായാലും നോക്കട്ടെ, നമുക്ക് ചെയ്യാം. ഇവിടെ ഫോഗി മൗണ്ടെയിൻ ഒരു ജീപ്പ് വെക്കുന്നതിന് മുമ്പ് തന്നെ ട്രക്കിങ് കാറിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും എല്ലാം നോക്കാം. ഇവിടെ 2 ആൾ പറന്നു പോണു. അവിടെ തന്നെ ഇരുന്നുണ്ടല്ലേ? ഇനി ഇങ്ങോട്ടും വരും ഗൈസ്. അതായത് എയറിലൂടെ പറക്കുന്ന ഞാൻ ആ എയറിൽ അഭിനയിക്കട്ടോ. അവിടെ ഇറങ്ങുക. ഞാൻ ഇറങ്ങിയിട്ട് റോപ്പ് പോയി വരുന്നുണ്ടാവില്ലേ? അങ്ങനെ ഗായ്സ്, നമ്മുടെ ഫൈനലി ഫോഗി മൗണ്ടെയിൻ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ഹൾക്കൊക്കെ ഉണ്ട് കേട്ടോ. ഹൾക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞോനും അബുദ നടന്നു പോകുന്നു ഫോഗി മൗണ്ടെയിനിലൂടെ. ആടെ എന്ത് സ്പൈഡർമാൻ തലൊടിഞ്ഞിരിക്കണോ നോക്കുക. ഇവിടെ കുഞ്ഞിക്കുനൻ, അതായത് വംശത്തിൽപ്പെട്ട സ്പൈഡർമാനൊക്കെ ഉണ്ട്. ഇവിടെ എന്താ ചോട്ടാ ഭീമൊക്കെ ഉണ്ടല്ലോ? ചോട്ടാ ഭീമൊക്കെ ഉണ്ടല്ലോ. ഋതു വെച്ച റൈഡ്, അതായത് ആർക്കും പേടില്ലാത്ത ഋതുവിന്റെ റൈഡ് ഇതാണൊന്ന്. നമ്മുടെ മുകളിലൂടെ എയറിലൂടെ പറന്നു പോകുന്ന ഒരാള്. അത്രയുള്ള നമ്മൾ പോകണം. ഫോണ് കയറുന്നു. ഫോൺ ഇങ്ങനെ പിടിക്കാല്ലേ? ഇത് പിടിക്കാല്ലേ? കൈ പിടിച്ചോ. ചിലപ്പോ പറ്റുണ്ടാവൂല. കാണിക്കുന്നല്ലോ. ചിലപ്പോ ഫോൺ കൊണ്ടില്ല. എന്താണ് ഫോൺ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വേറെ നിർക്കും. ഇന്നെടുക്കാം, 2 മണി എടുക്കാലോ. അപ്പോൾ കുഴപ്പമില്ലല്ലോ ഗൈസ്. ഇവിടെ നമ്മുടെ കാലിയാ ചത്തു പോകുന്നുണ്ടല്ലേ? തവള വണ്ടി ഏരിയ പോലെ ഉണ്ട്. എന്തായാലും ഇത് കുട്ടികൾക്ക് റൈഡ് കുറേ കണ്ടമാനോടെ ഉണ്ട്. ഇങ്ങനെ കറങ്ങണതും. ഇത് കുട്ടാൻ പറ്റൂലേ? എന്ത് ഓണായിക്കണോ? ഓണായിക്കോ? അപ്പോൾ ലോക്കർ ഇതാണ്.
ലോക്കറ് GA4 അപ്പോൾ ആർക്ക് എടുക്കുകയും ഇത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. താക്കോലും വേറെ റയാൻ്റെ അടുത്തുണ്ടാവും. പിന്നെ സെറ്റപ്പ് അടിപൊളി സെറ്റപ്പ് ഉണ്ടോ, ഇത് ബാനുകളൊക്കെ ഉണ്ട്. ആ വൃത്തിയൊക്കെ ഉണ്ട്. ഓ ഇപ്പോൾ ടോയ്ലറ്റില്ല കൈസ്, പറ്റിച്ചു നമ്മളെ. ടോയ്ലറ്റ് അവിടെയാണ്, ഇപ്പം അങ്ങോട്ട് പോകണില്ല. കൊള്ളാം, ഇറ്റ്സ് ഗുഡ്. ലോക്കർ ഇറ്റ്സ് ടു ഗുഡ്. എന്താ ഇത് പറയാനുള്ളത്? വളരെ നല്ലൊരു മികച്ച എന്താണ് പറയാനുള്ളത്? പണ്ട് പറ്റിയതേനു 7 വർഷത്തെ കാത്തിരിപ്പ്. ഇവിടെ എത്ര പൂട്ടുണ്ട് പറഞ്ഞ ഒരാൾക്ക് 500. ആ എൻ്റെ കോഴി ലോക്കർ അടിപൊളി വെച്ചപ്പാ. ലോക്കർ നമ്മൾ ചാവിതോടെ റെഡിയാണ്. അടിപൊളി അത്യാവശ്യം നല്ല ലോക്കർ ഉണ്ടല്ലോ, 150 അത് കഴിഞ്ഞാൽ ഓക്കെ. സോ നമ്മൾ ഇനി എന്താ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ ഇനി വല്ലാതെ വൈകാതെ അടുത്ത വ്ളോഗുകൾ എടുക്കും. ഓക്കെ ബൈ. ഞാൻ തോന്നുന്നു